ഇത് എന്തേ വൈകി കേരളം എന്നുള്ളതാണ് ആദ്യം തന്നെ ഉയരുന്ന ചോദ്യം. എന്തായാലും വൈകിയാണെന്നുണ്ടെങ്കിലും കാലത്തിനനുസരിച്ച് ഓടാൻ തീരുമാനിച്ചത് നന്നായി. ഇനിയും വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിന്നിലേക്ക് പോകും. ഇന്ന് നിയമസഭയിൽ കേട്ട പരിഹാസം പോലെ ട്യൂബ്ലൈറ്റ് എന്നൊന്നും അല്ല വിളിക്കേണ്ടത്. അതിനേക്കാളും ഒരു വൈകൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മന്ത്രി പറഞ്ഞ കാലാനുസൃതമായ മാറ്റം എന്നുള്ളത് ഇനി സംഭവിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും പറ്റില്ല, അല്ലെങ്കിൽ തങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ അതൊക്കെ ഒരു തിരിച്ചറിവാണ്. വിവേകം ഉണ്ടാകാനായി കുറച്ച് വൈകിയായിട്ടാണെങ്കിലും വിവേകം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കണമല്ലോ. അതുകൊണ്ട് ഇത് കാലാനുസൃതമായ മാറ്റമാണ്, മന്ത്രിയുടെ കാലം ഇപ്പോഴാണ് ആയത് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. മന്ത്രി ആർ ബിന്ദു തന്നെ അത് പറയുകയും വേണം. കാരണം വർഷങ്ങൾക്ക് മുൻപുള്ള എതിർപ്പിനെ കുറിച്ചൊക്കെ തിരുത്തി പറയാൻ, അത് ഒരു ലജ്ജയുമില്ലാതെ അത് കൃത്യമായി പറയാൻ മന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. കാലാനുസൃതമായ മാറ്റം എന്നുള്ള പ്രയോഗം മന്ത്രി തന്നെയാണ് ഇന്ന് നടത്തിയത്. മന്ത്രി ആർ ബിന്ദു തന്നെയാണ് ഇന്ന് നടത്തിയത്. മന്ത്രി പറഞ്ഞ വാചകം കാലത്തിനനുസരിച്ചുള്ള നയം മാറ്റമാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാലകളുണ്ട്. മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകാൻ കാരണമാകും. കഴിഞ്ഞ മന്ത്രിസഭയിൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ മന്ത്രിസഭയിൽ അതിൻ്റെ ഭാഗമായിരുന്നില്ലല്ലോ മന്ത്രി ആർ ബിന്ദു. അപ്പോൾ മന്ത്രി ആർ ബിന്ദുവിന് നേരത്തെ തന്നെ ഇത് തോന്നണമെന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് അവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത്, രണ്ടാം പിണറായി സർക്കാരിലാണ്. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ അത് ഇങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോഴത്തേക്കുമാണ് അവർക്കത് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വൈകി തോന്നിയതിനെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ മുൻപേ 8 വർഷം മുൻപേ എടുക്കാൻ പറ്റില്ലല്ലോ. കാരണം അന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDF സർക്കാർ കൊണ്ടുവന്നതിനെ അപ്പാടെ അംഗീകരിച്ചു എന്നാകും. അതൊരിക്കലും ഇടതുപക്ഷം ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. UDF കൊണ്ടുവന്നതിനെയൊക്കെ അപ്പോൾ തന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കുന്ന ഒരു രീതിയൊന്നും ഇടതുപക്ഷ സർക്കാരുകളുടെ, അത് പിണറായി വിജയൻ സർക്കാർ മാത്രമല്ല അതിന് മുൻപുള്ള സർക്കാരുകളുടെ കാലത്തായാലും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം SFIയോടാണ്. SFI TP ശ്രീനിവാസനെ അന്ന് തല്ലിയതിന് ഒരു മാപ്പ് പറയുമോ എന്നുള്ള ചോദ്യം കേരളീയ പൊതുസമൂഹം ഈ വിഷയത്തിൽ ഉയർത്തുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അന്നത്തെ ആ പരിപാടിയിലേക്ക് പ്രതിഷേധവുമായി പോയി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ വൈസ് ചെയർമാനായ TP ശ്രീനിവാസനെ കോവളത്തെ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിലെ പ്രതിഷേധത്തിനിടയിൽ തല്ലിയതിന് അത് ന്യായമായും പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യമാണ്. അന്ന് തല്ലിയ SFI, അതേ SFIയുടെ പാർട്ടിയായ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരിങ്ങനെയൊരു നയമാറ്റത്തിലേക്ക് പോകുമ്പോൾ അന്ന് തല്ലിയതിലും നയമാറ്റമുണ്ടോ? അതിലൊരു അപ്പോളജിയെങ്കിലും പറയേണ്ടതല്ലേ? അന്ന് തല്ലിയത് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, അങ്ങായിരുന്നു ശരി എന്ന് TP ശ്രീനിവാസനോട് പറയാൻ SFIയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവോ തയ്യാറാകുമോ എന്ന ഒരു കാര്യം അവിടെ അവശേഷിക്കുകയാണ്. ഇവിടെ ഉണ്ണിസാർ സൂചിപ്പിച്ചതുപോലെ രാജ്യത്താകമാനം സ്വകാര്യ സർവകലാശാലകൾ വരികയും അവ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വർക്കിംഗ് മോഡലുണ്ട്. ഇനിയിപ്പോൾ കേരളമായിട്ട് അങ്ങനെ ഒരു മോഡൽ കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. രാജ്യത്ത് ഉടനീളമായി 430 സർവകലാശാലകളുണ്ട്. അതിൽ ചിലതാണ് കേരളത്തിലേക്ക് വരാനും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ആ സർവകലാശാലകളൊക്കെ നല്ല രീതിയിൽ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് തന്നെ അവിടെയൊക്കെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഫാക്കൽറ്റി ഒക്കെ നല്ല ഫാക്കൽറ്റിയൊക്കെയായി പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല സർവകലാശാലകളുണ്ട്. ഇപ്പോൾ എടുത്തു പറഞ്ഞ സർവകലാശാലകൾ അത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് പ്രയോജനമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തിലേക്ക് ഇടത് സർക്കാർ പോയത് നന്നായി എന്ന് കരുതുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ചും ഗുണനിലവാരം, ജോലി സാധ്യത, ഇത് രണ്ടുമാണ് ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ആരായാലും. ഇപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ വിടുമ്പോഴായാലും എപ്പോഴും ആ ഒരു ഗുണനിലവാരമാണ്, അത് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴായാലും ഗുണനിലവാരമാണ് നോക്കുക. അതോടൊപ്പം തന്നെ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷനോടൊപ്പം തന്നെ അതിൽ കരിയർ പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഘടകമാണ്. ജോലി സാധ്യതയുള്ള കോഴ്സുകൾ പഠിക്കാൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാവരും എംപ്ലോയിഡ് ആകുന്നില്ല. അപ്പോൾ ജോലി സാധ്യതയുള്ള മൾട്ടിപ്പിൾ കോഴ്സസ്, അതായത് പല കോഴ്സുകൾ കണ്ടെത്താനും അവ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ, നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ പഠിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എല്ലാവർക്കും ഒന്നും വിദേശത്ത് പോയി പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധിച്ചു എന്ന് കഴിയില്ല. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഈ യൂണിവേഴ്സിറ്റികളുടെ നിലവാരത്തോടൊപ്പം തന്നെ ഫാക്കൽറ്റീസ്, ഇപ്പോൾ നിലവിൽ ഈ സർവകലാശാലകളിലൊക്കെയുള്ള നല്ല അധ്യാപകരുണ്ട്. ഡോക്ടർ അരുൺ ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഒരു അധ്യാപകൻ മൈനസാണ്, എങ്കിലും കുറേ നല്ല അധ്യാപകർ ഉണ്ടല്ലോ. അപ്പോൾ ആ അധ്യാപകരെയൊക്കെ ഈ സ്വകാര്യ സർവകലാശാലകളിലേക്ക് വൻ റെമ്യൂണറേഷനോട് കൂടി റാഞ്ചിക്കൊണ്ട് പോകുമോ എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പഠിച്ച കേരള സർവകലാശാലയുടെയും MG സർവകലാശാലയുടെയും ഒക്കെ കാര്യം എന്താകുമെന്ന് എനിക്ക് ശരിക്കും ആശങ്കയുണ്ട്. അതായത് ഈ റെമ്യൂണറേഷനേക്കാൾ അവർ ആഗ്രഹിക്കുന്ന ഒരു വർക്കിംഗ് സ്പേസാണ്. അച്യുശങ്കർ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ മുകളിലിരിക്കുന്ന ആളുകൾ എങ്ങനെ നിങ്ങളോട് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ അക്കാഡമിക് റിസർച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ സഹായിക്കുന്ന എൻവയോൺമെൻറ്റ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇവരിൽ പലരും പോകും. അതെ. അപ്പോൾ ഞാൻ എന്നെ പഠിപ്പിച്ചവരടക്കം ഒരുപാട് നല്ല അധ്യാപകരുണ്ട്. അപ്പോൾ ആ അധ്യാപകർക്കൊക്കെ കിട്ടുന്ന റെമ്യൂണറേഷൻ എത്തിയാന്ന് എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ അതിനേക്കാൾ മികച്ച ഒരു റെമ്യൂണറേഷൻ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷേ അതിനേക്കാൾ നല്ലൊരു വർക്കിംഗ് സ്പേസ് ആണ്, അതുപോലെ ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒരുപക്ഷേ അത് ഓപ്റ്റ് ചെയ്തെന്ന് വരാം. അത് നമുക്ക് ഒരിക്കലും അവരും, അതായത് കുട്ടികളെ പോലെ തന്നെ അധ്യാപകരും മുന്നിലേക്കുള്ള അവരുടെയും കരിയർ പ്രോസ്പെക്ട്സ് അവർക്ക് നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ പരമ്പരാഗത സർവകലാശാലകളിൽ നിന്ന് മികച്ച അധ്യാപകരുടെ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടാകുമ്പോൾ ആ സർവകലാശാലകളിൽ അധ്യയനത്തിനായി വരുന്ന കുട്ടികൾക്ക്
കുട്ടികൾക്ക്, ഒപ്പം പിന്നീട് അങ്ങോട്ട് പോകെ ആ സർവകലാശാലകളുടെയൊക്കെ അവസ്ഥ എന്താകും അതുകൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. കാരണം ക്വാളിറ്റി കൂടിയ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ, ഇപ്പോൾ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വരുന്നത് പോലെ തന്നെയാണ്, ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റ് വരുമ്പോഴേക്കും ആളുകൾ അതിലേക്ക് കൂടുതൽ ഡിപ്പെൻഡൻ്റ് ആകും. അപ്പോൾ നേരത്തെ നമ്മൾ എക്സിസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള ആ പ്രോഡക്റ്റിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വലിയ പ്രശ്നമായിട്ട് വരും. ഇല്ല, അതിന് ഒരു അധ്യാപകൻ സർവകലാശാലയിൽ പഠിപ്പിച്ചതുകൊണ്ട് എനിക്ക് ഞാനൊരു പ്രഡിക്ഷൻ ആയിട്ട് നടത്തുന്നത്, പല അധ്യാപകരും അറിഞ്ഞോ അറിയാതെയും എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 20 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. ആ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വകാര്യ സർവകലാശാലകൾ അവർക്ക് കൊടുക്കുന്നത് ഇരട്ടിയിലേറെ ശമ്പളമാണ്. അവർക്ക് അതിനേക്കാൾ വലിയ സാമ്പത്തിക ലാഭം അതാണ്. പക്ഷേ സാമ്പത്തിക ലാഭത്തിനും അപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അവർക്ക് ഗവേഷണത്തിന് അവിടെ കിട്ടുന്ന സൗകര്യം. ഇപ്പോൾ ഫെസിലിറ്റി സർവകലാശാലകളിലുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ അതിനേക്കാൾ ഫൈൻ ട്യൂൺഡ് ആയിരിക്കുന്ന ഒരു സംവിധാനം കിട്ടും. നോക്കൂ അരുൺ സാർ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലുള്ള ചില സ്ഥലങ്ങളൊക്കെ കണ്ടതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാമ്പസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്കതൊരു ഡ്രീം കം ട്രൂ സ്ഥലമായി തോന്നും. അത്രയും സൗകര്യങ്ങളാണ് കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു സൗകര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഉറപ്പായും കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലും ആ രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരും. അപ്പോൾ രണ്ട് വശങ്ങളുമുണ്ട്, പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളുണ്ട്. അതിനെ കൃത്യമായി എങ്ങനെയാണ് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ, അതിനെ പരിഹരിച്ച് കൊണ്ടുപോകാൻ സർക്കാരിന് കഴിയുക എന്നതൊരു വിഷയം കൂടി അവിടെ വരികയാണ്. കാരണം നമ്മൾ വൺസ് ഇവിടേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പോസിറ്റീവ്സ് എല്ലാം നമ്മൾ മാക്സിമം എടുക്കുക എന്നുള്ളതാണ്, മാക്സിമം യൂട്ടിലൈസേഷനാണ്. നമുക്ക് സ്റ്റേറ്റിലുള്ള മറ്റുള്ളവരോട് നിങ്ങൾ ഇവിടെ തന്നെ പോകണം, സർക്കാർ സ്കൂളിൽ പഠിക്കാൻ പോകണം എന്ന് നിർബന്ധിക്കുന്നത് പോലെ സർവകലാശാലകളിൽ MG യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ സർക്കാരിന്, നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് കഴിയില്ല. കുട്ടികൾ അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്കായിരിക്കുമല്ലോ പോവുക, അവരുടെ അഡ്മിഷൻസ് കിട്ടുന്ന രീതിയിൽ. പിന്നെ ഈ തദ്ദേശീയമായിട്ടുള്ള, അതായത് ഇവിടുത്തെ റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്കുള്ള സംവരണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായി ഉപയോഗിക്കും. പുറത്തു നിന്നുള്ള കുട്ടികളും വന്ന് ഇവിടെ പഠിക്കും. ഇപ്പോൾ ഇവിടെ നിന്നുള്ള കുട്ടികൾ അതർ സ്റ്റേറ്റ്സിൽ പോയി പഠിക്കുന്നത് പോലെ. ഇവിടെ ഈ മാറ്റങ്ങളെ വേണ്ടത്ര ആലോചനയില്ലാതെ എതിർത്തത് കൊണ്ടാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ നമുക്കിതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അതെ, ഫസ്റ്റ് ബാച്ച് അല്ല, നമ്മൾ ഫസ്റ്റ് ഓർ സെക്കൻഡ് അല്ലേ, 2 ബാച്ചുകൾ അത് നടപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ അതെ. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടേനെ. എത്രയോ ഇപ്പോൾ അരുൺ സാർ പറഞ്ഞ ഈ മൈഗ്രേഷൻ്റെ കണക്കൊക്കെ വളരെ കുറഞ്ഞു നിന്നേനെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചേനെയും. അങ്ങനെ ഈ മാറ്റം അത് കുറച്ചൊന്ന്, അതായത് മഴ പെയ്യാനായിട്ട് കുറച്ച് വൈകുന്നത് പോലെ, ഒന്ന് പെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നിട്ട് പെയ്തതുപോലെയായി. ഇനിയിപ്പോൾ അങ്ങോട്ട് പെരുമഴയായിരിക്കും. കാരണം ഈ ഒരു നയമാറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇടത് സർക്കാരിന് എപ്പോഴും ആ ഒരു വേണോ വേണ്ടയോ വേണ്ടണം എന്നുള്ള ആ ഒരു ഘട്ടം പല വിഷയങ്ങളും അതാ അത് ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതായത് ഇന്ദിരാഗാന്ധി അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി, ആ ഒരു മാറ്റം വരുന്ന സമയത്താണ് അന്നത്തെ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നത്. ആ ദേശീയ വിദ്യാഭ്യാസ നയം വരുമ്പോഴേക്കും കോളേജിൽ നിന്ന് 2 വർഷം പ്രീ ഡിഗ്രി മാറ്റാൻ വേണ്ടി K. കരുണാകരൻ സർക്കാർ ശ്രമിച്ചപ്പോഴേക്കും, ഉണ്ണിസാറിന് ഓർമ്മയുണ്ടാകും, അന്ന് എനിക്കത്രയ്ക്ക് ഓർമ്മയില്ല, വായിച്ചുള്ള ഓർമ്മയേ ഉള്ളൂ, പ്രീ ഡിഗ്രി മാറ്റാനായിട്ടുള്ള. അപ്പോൾ അന്നത്തെ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യനിർണ്ണയ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, അതുപോലെ തന്നെ പരീക്ഷാ പേപ്പറുകൾ കത്തിക്കുന്നു. അതൊക്കെ എന്റെ വായിച്ചുള്ള അറിവാണ്. എനിക്ക് അപ്പോൾ ഒരു സമരനായകൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, അന്ന് എന്തൊക്കെയായിരുന്നു ഉണ്ണിസാർ അടക്കമുള്ള അന്നത്തെ ചുറുചുറുക്കുള്ള അന്നത്തെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ, യുവജന സംഘടനകൾ എല്ലാം വലിയ സമരമായിരുന്നു. അപ്പോൾ ആ സമരവും അതെല്ലാം നടന്നു. അതിനുശേഷം EK നയനാർ സർക്കാർ 96-ൽ വരികയാണ്. അതേ പ്ലസ് ടു വരുന്നു. SFIയുടെ അന്നത്തെ നിരാഹാരമൊക്കെ അങ്ങ് അവസാനിക്കുകയാണ്. പിന്നെ +2 വരികയാണ്. എന്നിട്ട് ഗംഭീരമായിട്ട് +2 നടപ്പാക്കുകയാണ്. അപ്പോൾ ആ +2വിന്റെ ഗുണഭോക്താവാണ് ഉണ്ണിസാർ. നിരാഹാരം കിടന്നിട്ടും ആ നിരാഹാരം തോറ്റുപോവുകയും +2 വരികയും ചെയ്തു. ആ +2വിൽ പഠിച്ച ആളെന്ന നിലയിൽ പ്രീ ഡിഗ്രി ബോർഡിനെതിരെ. അതിനുശേഷം അതായത് 2 വർഷം പ്രീ ഡിഗ്രി ബോർഡ് രൂപീകരിക്കുന്നു. അതായിരുന്നല്ലോ അന്ന് സംഭവിച്ചത്. പിന്നീട് 96-ൽ EK നയനാർ വന്നതിന് ശേഷമാണ് ഈ +2 നടപ്പാക്കുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വിദ്യാഭ്യാസമായതുകൊണ്ടാണ് ഇത് കോട്ട് ചെയ്തത്. മറ്റു വിഷയങ്ങൾ ട്രാക്ടറിലേക്കൊന്നും ഞാൻ പോകാതിരുന്നതാണ്. ഇനി AK ആന്റണി സർക്കാർ സ്വാശ്രയ കോളേജുകൾ തുറന്നപ്പോഴും ഇതേ രീതിയിൽ സമരം. അത് കഴിഞ്ഞിട്ട് VSന്റെ സർക്കാർ 2006-ൽ വരുമ്പോഴേക്കും അന്ന് ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ ഉദാരമായിട്ട് അതിനൊന്നും അതായത് ഡോക്ടർ അരുൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എക്സാക്ട്ലി അത് ഡോക്ടർ അരുണാണ് അത് പോയിന്റ് ഔട്ട് ചെയ്തത്. ഒന്ന് വേണ്ട എന്ന് വെക്കാൻ, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ, അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെയുള്ള 2 ചിന്തയിലേക്ക് പോയതിനു ശേഷം തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനു മുൻപത്തെ UDF സർക്കാരിനേക്കാളും വലിയ സ്പീഡിലായിരിക്കും, 100-ൽ അങ്ങ് കത്തിച്ചു വിടും. ആ ഒരു സ്പീഡിലായിരിക്കും പിന്നീട് അങ്ങോട്ട് നടപ്പാക്കൽ. +2 നടപ്പാക്കിയിട്ട് എന്തുണ്ടായി? +2 നല്ല വൃത്തിയായി പോകുന്നുണ്ട്, കുട്ടികൾ നന്നായി പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ അന്ന് വേണ്ട എന്ന് വെച്ചതിന് ശേഷം വേണം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ എടുക്കുന്നത് പക്ഷേ വർഷങ്ങളാണ് എന്നുള്ളതാണ് പ്രശ്നം. അന്ന് പക്ഷേ 91-ഉം 96-ഉം തമ്മിലുള്ള ഡിഫറൻസോ, അല്ലെങ്കിൽ 2001-ഉം 2006-ഉം തമ്മിലുള്ള 5 വർഷത്തെ ഡിഫറൻസ് അല്ല, ഇവിടെ 9 വർഷത്തെ ഡിഫറൻസ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. 2011-ൽ തത്വത്തിൽ ഇതേക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. 2016-ലെ ആഗോള വിദ്യാഭ്യാസ സംഗമം അന്ന് UDF സർക്കാർ കൃത്യമായിട്ട്
ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ പരിപാടികളിലേക്കും എത്തിയതാണ്. അത് അങ്ങ് സ്റ്റാൻഡ് സ്റ്റില്ലിലാക്കിയതിനു ശേഷം അതുകൊണ്ടാണ് ഈ ട്യൂബ് ലൈറ്റ് എന്ന് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് പ്രതിപക്ഷത്തെ ഇക്കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ഈ നയം മാറ്റം കാരണം ഉണ്ടാക്കിയ നഷ്ടമെന്ന് പറയുന്നത് സമയനഷ്ടം കൂടിയാണ്. അതുകൂടി നമ്മൾ നോക്കണം. ഈ കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ UGC ചട്ടക്കൂടൊക്കെ വിദേശ സർവകലാശാലകൾക്ക് ഉണ്ടാക്കിയപ്പോൾ അതിനെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ. ആ സമയത്താണ് അതിന്റെ തൊട്ട് തലേ വർഷമാണ് 2022 എന്ന് തോന്നുന്നു നവകേരളം നയം മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതേക്കുറിച്ച് ഹിന്റ് ചെയ്തിരുന്നു. അന്നെങ്കിലും തുടങ്ങാമായിരുന്നു. അതെ, അന്ന് തുടങ്ങാമായിരുന്നു. അല്ലെങ്കിൽ അന്ന് ഇതുപോലെ ഒരു ബില്ല് കൊണ്ടുവരാമായിരുന്നു. അന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ്, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാമത്തെ വർഷമാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു 3 വർഷം മുമ്പെങ്കിലും തുടങ്ങാമായിരുന്നു. അപ്പോഴും അതേക്കുറിച്ച് കൂടുതൽ നീക്കങ്ങളിലേക്ക് പോകുന്നില്ല. വീണ്ടും ഇപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അവസാനിക്കാറാകുമ്പോഴേക്കാണ് ഒരുപക്ഷെ മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാകണം അപ്പോഴേക്കും ഞങ്ങൾക്കിത് നടപ്പാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ കാലാനുസൃതമായ മാറ്റം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഈ സമയമെടുത്തുള്ള തീരുമാനമെടുക്കൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. അത് UDF കൊണ്ടുവരുമ്പോൾ അതേപടി അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിർപ്പായിരിക്കാം. എന്തായാലും ഇപ്പോൾ മാറ്റം വന്നത് നല്ലതാണ്. ഇനിയെങ്കിലും രാജ്യത്തിനൊപ്പം പോവുക. കേരളം വേറൊരു രാജ്യമാക്കി ഞങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ഞങ്ങളുടെ മോഡൽ കേരള മോഡൽ എന്ന് പറയാതെ കൃത്യമായ തീരുമാനങ്ങൾ കൃത്യമായ സമയത്തെടുക്കുക. ഇനി ഇങ്ങനെ തീരുമാനങ്ങളൊന്നും വൈകിപ്പിക്കില്ല എന്ന പ്രതീക്ഷയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ 37% ബിരുദ കോഴ്സുകളിലെ വിദ്യാർത്ഥികളുടെ സീറ്റ് ഒഴിഞ്ഞുകിടക്കുക എപ്പോഴും. അതിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പല കോളേജുകളിലും വിദ്യാർത്ഥികൾ പഠിക്കാൻ വരാത്ത സാഹചര്യം കൂടിയുണ്ട്. ഇവിടേക്കാണ് ഇനിയൊരു സ്വകാര്യ സർവകലാശാല വരുന്നത്. ബാക്കിയുള്ള കോഴ്സുകളുടെ അവസ്ഥ കണ്ടറിയണം കോശി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. നെഗറ്റീവായിട്ട് കാണുന്നില്ല. കാരണം ഈ സ്ഥാപനങ്ങൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റുകൾ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ വളരെ കോമ്പറ്റീറ്റീവായ ഒരു സംവിധാനത്തിന് വേണ്ടി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തയ്യാറെടുക്കേണ്ടതുണ്ട്. Meet the editors.